കൊല്ലത്ത് നിന്ന് വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത പുറത്തു വരുന്നുണ്ടല്ലോ അമലെ. കൊല്ലം കുളത്തൂപ്പുഴയിൽ അമ്മയുടെ മൃതദേഹം 3 ദിവസം വീട്ടിൽ സൂക്ഷിച്ചു മകൻ. RPL എസ്റ്റേറ്റ് ക്വാർട്ടേഴ്സിൽ താമസിച്ചിരുന്ന ചിന്നത്താമയുടെ മൃതദേഹമാണ് മകൻ കൃഷ്ണസ്വാമി വീട്ടിൽ സൂക്ഷിച്ചത്. കൃഷ്ണസ്വാമിയുടെ മകൾ വീട്ടിലെത്തിയപ്പോഴാണ് സംഭവം പുറത്തറിഞ്ഞത്. വിവരങ്ങളുമായി മനോജ് ചേരുന്നുണ്ട്. മനോജ്, ഞെട്ടിക്കുന്നൊരു സംഭവമാണ് ഇപ്പോൾ കൊല്ലത്തുനിന്നും പുറത്തേക്ക് വരുന്നത്. അമ്മയുടെ മൃതദേഹം മകൻ 3 ദിവസം വീട്ടിൽ സൂക്ഷിച്ചു എന്നൊരു വിവരം പുറത്തു വരുന്നത്. എന്താണ് ശരിക്കും സംഭവിച്ചത്? വിവരങ്ങൾ പോലീസ് പറയുന്നത്. അതായത് ബുധനാഴ്ചയാണ് ഈ കൃഷ്ണസ്വാമിയുടെ അമ്മ ചിന്നത്താമ മരിക്കുന്നത്. ഏറെ നാളായി തന്നെ കിടപ്പ് രോഗിയായിരുന്നു. ആ സമയത്തൊക്കെ ശുശ്രൂഷിച്ചത് മകൻ കൃഷ്ണസ്വാമിയാണ്. 3 ദിവസം മുമ്പ് മരിക്കുകയായിരുന്നു. എന്നാൽ ഇക്കാര്യം കൃഷ്ണസ്വാമി പുറത്തു പറഞ്ഞില്ല. ഈ കഴിഞ്ഞ ദിവസം, അതായത് കൃഷ്ണസ്വാമിയുടെ മകൾ വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് ഈ സംഭവം അറിയുന്നത്. രാവിലെ മകൾ എത്തുമ്പോൾ അറിഞ്ഞിരുന്നില്ല. വൈകിട്ട് വീട്ടിലെത്തുമ്പോഴാണ് ഈ അമ്മ മരിച്ച കാര്യം, അതായത് ഈ കൃഷ്ണസ്വാമി മകളോട് പറയുന്നത്. തുടർന്നാണ് അവിടെയുള്ള ജനപ്രതിനിധികളെയും പോലീസിനെയും ഇക്കാര്യം അറിയിക്കുകയും ഈ നാട്ടുകാരൊക്കെ ചേർന്ന് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തത്. ഈ മൃതദേഹം അവിടെ വീട്ടിൽ വെച്ചുകൊണ്ട് തന്നെ ചന്ദനത്തിരിയൊക്കെ കത്തിച്ചു വെച്ച് ഇരിക്കുകയായിരുന്നു എന്നതാണ് ഈ പുറത്തു വന്ന വിവരം. ഈ പോലീസിനോട് സംസാരിക്കുമ്പോൾ പോലീസ് പറയുന്നത് ഏറെ നാളായി തന്നെ കിടപ്പ് രോഗിയായിരുന്ന ഈ അമ്മയെ നോക്കിയിരുന്ന മകനാണ്. മകന് മാനസിക പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അമ്മ മരിച്ചത് ഉൾക്കൊള്ളാനാവാതെ വീട്ടിൽ വെച്ചിരുന്നു. അതായത് അവിടെ വെച്ച് ഒരു പൂജ രീതിയിലേക്ക് കടന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്നും ഈ ദുരൂഹത ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കിടപ്പ് രോഗിയായി കിടന്ന അമ്മ മരിക്കുകയായിരുന്നു. എന്നാൽ ഇക്കാര്യം മകൻ പുറത്തു പറഞ്ഞില്ല. അമ്മ മരിച്ചത് ഉൾക്കൊള്ളാനാവാതെ മകൻ ഈ മൃതദേഹം സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വ്യക്തമാണ്. കൊല്ലം കുളത്തൂപ്പുഴയിലാണ് അമ്മയുടെ മൃതദേഹം മകൻ മരിച്ചതിന് ശേഷം 3 ദിവസം വീട്ടിൽ സൂക്ഷിച്ചത്. ഞെട്ടിക്കുന്നൊരു വാർത്ത തന്നെയാണ് മനോജ് പങ്കുവച്ചത്. സമല, അങ്ങനെ നമ്മുടെ വാർത്താ പുലരി 2 മണിക്കൂർ പിന്നിടുകയാണല്ലേ. അപ്പൊ നമുക്കിവിടെ പൂർണ്ണമാക്കാം. ഒരു ശുഭദിനത്തിന്റെ തുടർച്ച എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ആശംസിക്കുകയാണ്. ഇനി ചൂടേറിയ വാർത്തകളുമായി ലൈവ് റിപ്പോർട്ട്സ് കാണാം. ആരാ എത്തുന്നത്? അനന്താരണ്യത്ത്.